കേരളത്തിലാണ് ഈ കേസ് കിടക്കുന്നത്, തിരുവനന്തപുരത്താണ്. അങ്ങനെ തീഹാർ ജയിലിൽ പോകുന്നത് എങ്ങനെയാണ്? കേന്ദ്ര ഏജൻസി അവിടെ വന്നു എന്നുകൊണ്ട് ഇവരെല്ലാം നേരെ തീഹാർ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കാൻ പോകുന്നു. കേന്ദ്രം എന്തോ ഇന്ത്യയിൽ എവിടെ ഇല്ലാത്ത ഒരു നിയമം കേന്ദ്രത്തിന്റെ കയ്യിൽ പ്രത്യേകമായി ഉണ്ട്, അതുകൊണ്ട് തീരാൻ പോകുന്നു. ഇതൊക്കെ ആരാണ്? കുറെ വലതുപക്ഷക്കാർ കിടന്ന് ബഹളം വെക്കുന്നതാണ്. അതായത് ഈ കേസിൽ കേരള പോലീസിനെ വേണേ ആക്രമിക്കാം, മുഖ്യമന്ത്രി ആക്രമിക്കാം, പക്ഷെ കേന്ദ്ര ഏജൻസി ആക്രമിക്കുന്നത് അതെന്തോ ഒരു വലിയ സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജയിലിൽ പോകാൻ പോകുന്നു. അങ്ങനെയല്ല, ആരെ ആക്രമിച്ചാലും ഒരേ കേസാണ്. പിന്നെ തൊഴിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വകുപ്പാണ്. ആ വകുപ്പിന്മേൽ ജാമ്യം കിട്ടാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ഒരു നിയമ സംവിധാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് കോടതിയെയും പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്, കർശന നടപടിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തേക്കാം. അതിനപ്പുറത്തേക്ക് ഈ കേസ് മാത്രം ഒരു തിഹാർ ജയിൽ കേസായിട്ടൊക്കെ കാണുന്നതിൽ എനിക്ക് പ്രശ്നം തോന്നുന്നുണ്ട്. ആ കേസിൽ നിയമപരമായിട്ട് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്, അതിന്മേലുള്ള നടപടി നടക്കും. അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. ഒരു കാലത്തും പുറം ലോകം കാണാൻ കഴിയാത്തതുള്ള തെറ്റിയതെന്നൊക്കെ പറയുന്നത് എന്താണ്? CPM-ന്റെ ശത്രുക്കളായ മനുഷ്യർ, വലതുപക്ഷത്തിന്റെ ആഘോഷക്കാർ, സ്റ്റേറ്റിനെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു, സ്റ്റേറ്റിനെ വിമർശിക്കുന്നു, സ്റ്റേറ്റ് ഏജൻസിനെതിരെ ശബ്ദം ഉയർത്തുന്നു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഒന്നും പുറലോകം കാണിക്കില്ല എന്ന് പറഞ്ഞ ഒരുതരം റൈറ്റ് വിംഗ് മൂഡാണ് അത്. പിന്നെ സമരം ചെയ്ത ആളുകളുടെ വീട് കുറച്ച് മോശം പരിസ്ഥിതിയിലുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ ഈ രാജ്യത്ത് അയാളുടെ മാത്രമല്ല, ലോകത്ത് ഒരുപാട് പേരുടെ വീട്, രാജ്യത്ത് ഒരുപാട് പേരുടെ, കേരളത്തിൽ ഒരുപാട് പേരുടെ വീട് മോശം പരിസ്ഥിതിയിലുള്ള ഒന്നാണ്. അപ്പോൾ നേതാക്കളെല്ലാവരും സുഖിച്ചു വാഴുകയാണ്, ഈ പ്രവർത്തകരാണ് ഇങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലുമുള്ള മോശം വീട്ടിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയം പാടില്ലേ? അവരെല്ലാവരും പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. എന്താണ് ആ ലോജിക്ക്? എന്താണ്? എന്റെ വീട് ഭയങ്കരമായ ദാരിദ്ര്യത്തിലുള്ള ഒന്നാണ്, ഞാൻ പണിക്ക് പോകുന്നുണ്ട്, എനിക്ക് അതിൻ്റെ കൂടെ രാഷ്ട്രീയവും വേണം, എനിക്ക് എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ സമരം ചെയ്തെന്ന് വരും, തല്ലുകൊണ്ടുവന്ന് വരും, അതിന്റെ പേര് ജയിലിൽ പോകേണ്ടി വരും. അപ്പം പാടില്ല. അപ്പൊ എന്റെ വീട് മോശം കാലാവസ്ഥയിലുള്ളതായതുകൊണ്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, എനിക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും സമരങ്ങളും പാടില്ല എന്ന് വിധിക്കുന്നതിന്റെ യുക്തി എന്താണ്? പിന്നെ കുറെ പേർ നേതാക്കളായി ജനിച്ചവർ, ബാക്കിയുള്ളവർ ആ യുക്തി എന്താണ്? ഈ പറയുന്ന വി ശിവൻകുട്ടി ആയാലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഏറ്റവും താഴെ തട്ടിൽ വന്നവരാണ്. പിണറായി വിജയൻ അടിയന്തരാവസ്ഥക്കാലത്തടക്കം മാരകമായിട്ടുള്ള പോലീസ് മർദ്ദനം ഏറ്റിട്ട് ഇപ്പോഴും മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്ത ആളാണ്. അയാൾ തന്നെ മോളിൽ നിന്ന് പൊട്ടി വീണ ആളാണ്. ഇപ്പൊ ഇവിടെ SFIയുടെയും DYFIയുടെയും സ്ഥലപ്പത്തിരിക്കുന്ന ആളുകൾ, പിന്നീട് അതിന്റെ പേരിൽ MLA പദവിയും MP പദവിയും കിട്ടിയ ആളുകൾ, മന്ത്രി പദവി കിട്ടിയവർ, അവരെല്ലാവരും നേരത്തെ പൊട്ടിമുളച്ച് വന്നാണോ? അല്ലല്ലോ. അവർക്കെല്ലാവർക്കും എന്തെങ്കിലും നേതാവിന്റെ മകനായതുകൊണ്ട് കിട്ടിയ സീറ്റാണോ? അല്ലല്ലോ. അവരെല്ലാവരും പണിയെടുത്ത് വന്നവരാണ്. ഈ വക തല്ല എല്ലാവരും പിണറായി വിജയൻ മുതൽ ഈ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന, മുമ്പത്തെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും തല്ലുകൊണ്ടവരാണ്, തെരുവിൽ കിടന്നവരാണ്, മോശം ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്.